ഹലോ 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 നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ 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 നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഓ നമസ്കാരം നമസ്കാരം നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അലി. ഞാനൊരു ഫോട്ടോ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. ആ ഫോട്ടോ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബിലോട്ടുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഒരു സ്റ്റുഡിയോ വർക്കിനിടയിൽ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതും ഇതെങ്ങനെയാണ് കൊണ്ടുപോകണമെന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. സോ ഇന്ന് എൻ്റെ സാധാരണ ദിവസം പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സ്റ്റുഡിയോ വർക്ക് ഫ്ലോ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഓരോ ദിവസവും രാവിലെ ഞാൻ സ്റ്റുഡിയോ തുറക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പണി തലേ ദിവസം രാത്രി യൂട്യൂബ് സെറ്റപ്പ് മാറ്റി ഫോട്ടോ സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കുക എന്നതാണ്. ഇവിടെ കാണുന്ന ലൈറ്റുകൾ, റിഫ്ലക്റ്റുകൾ, മൈക്കുകൾ, സ്റ്റാൻഡുകൾ എല്ലാം വളരെ ചിട്ടയായി മാറ്റിവെക്കണം. കാരണം രാവിലെ ഫോട്ടോ ഷൂട്ടുകൾക്ക് വേണ്ടി സ്റ്റുഡിയോ തയ്യാറാക്കണം. ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഇതെനിക്ക് ചെയ്തേ പറ്റൂ. സ്റ്റുഡിയോ സെറ്റപ്പ് മാറ്റിയ ശേഷം ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നു. ഇത് ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അതിനുശേഷം എൻ്റെ എല്ലാ വർക്കിംഗ് ഏരിയ വൃത്തിയാക്കണം. ഒരു വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ഉന്മേഷം നൽകും. എൻ്റെ കീബോർഡിലെ പൊടി പോലെ എനിക്ക് ഒരു ശല്യമാണ്. അതുകൊണ്ട് അതും ഞാൻ ശ്രദ്ധിച്ച് വൃത്തിയാക്കും. എൻ്റെ എല്ലാ ദിവസത്തെയും ജോലികൾ തുടങ്ങുന്നതിന് മുൻപ് ക്യാമറകളുടെയും മറ്റു എക്യുപ്മെൻസിൻ്റെയും ബാറ്ററികൾ ചാർജ് ചെയ്യാനായി വെക്കും. പിന്നീട് എൻ്റെ മാക് മിനി ഓൺ ചെയ്ത് ഒരു കപ്പ് ചൂടുള്ള കോഫിയുമായി ഞാൻ എൻ്റെ വർക്ക് സ്റ്റേഷനിൽ ഇരിക്കും. സാധാരണ ഞാനൊരു റിലാക്സിങ് മ്യൂസിക് കൂടെ പ്ലേ ചെയ്താണ് ഞാൻ എൻ്റെ അന്നത്തെ ജോലികൾ ആരംഭിക്കുന്നത്. നല്ലൊരു ഉന്മേഷവും ഒരു ആനന്ദവും ഒക്കെ നമുക്ക് വൈകുന്നേരം വരെ കിട്ടും. ഒന്ന് ചെയ്തു നോക്കൊണ്ടു. പകൽ സമയത്ത് ഞാൻ പ്രധാനമായും എൻ്റെ ഫോട്ടോ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട ജോലികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എഡിറ്റിങ്, ക്ലയൻറ്റ് മീറ്റിങ്ങുകൾ, മറ്റു അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ, മീഡിയം വർക്കുകൾ, അതുപോലെ സ്റ്റുഡിയോയിൽ വരുന്ന ആളുകളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, സിറ്റിങ്, ഇതെല്ലാം ഞാൻ ഈ സമയത്താണ് ചെയ്യാറ്. വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഞാൻ സ്റ്റുഡിയോ ക്ലോസ്ഡ് എന്ന ബോർഡ് വയ്ക്കും. കാരണം എൻ്റെ പകൽ സമയത്തെ ഫോട്ടോ സ്റ്റുഡിയോ ജോലികൾ അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് എൻ്റെ രാത്രികാല പോഡ്കാസ്റ്റ് വീഡിയോ എടുക്കുന്നതിനായി സ്റ്റുഡിയോ വീണ്ടും ഞാൻ റീസെറ്റ് ചെയ്യും. ദിവസവും ഈ ഷെഡ്യൂൾ പാലിക്കുന്നത് ഒരുപാട് പ്രയത്നം ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ യൂട്യൂബ് ചാനലിനോടുള്ള എൻ്റെ ഇഷ്ടവും നിങ്ങളുമായുള്ള ബന്ധവും എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഒരു ഫോട്ടോ സ്റ്റുഡിയോയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിലെ സ്റ്റുഡിയോ തുറക്കുന്നത് മുതൽ രാത്രി പോഡ്കാസ്റ്റ് വീഡിയോ ആരംഭിക്കുന്നത് വരെയുള്ള എൻ്റെ ഓരോ ദിവസത്തെയും പ്രയത്നമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. ഇത് വെറും ഒരു വീഡിയോ അല്ല, എൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലെ ഓരോ പ്രയത്നവുമാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.